Hello friends, welcome back to our channel. If you're new here, please subscribe to get more and more fun videos. So let's dive into today's video. ഹൈദരാബാദിലെ ലാഡ് ബസാർ സൈഡിൽ നിന്ന് കുറച്ച് മാറി സിറ്റിയുടെ മോസ്റ്റ് ബിസി ഏരിയ നിന്ന് ജസ്റ്റ് ഫ്യൂ സ്റ്റെപ്സ് അകലെ ഇവിടെയാണ് ചൗമഹല്ല പാലസ്. ആക്ച്വലി ഇവിടെ നിന്ന് ചാർമിനാർ വരെ നടന്നു പോകാം, അത്ര ക്ലോസ് ആണ്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജസ് ആണ്. ടിക്കറ്റ് ചാർജസ് അഡൽട്സിന് 100 rupees ആണ്, ചിൽഡ്രൻ ബിലോ 10 years 40 rupees ആണ്. ഗേറ്റ് കടന്ന് അകത്തോട്ട് നടക്കുമ്പോൾ യെല്ലോ, സ്കൈ ബ്ലൂ, ഗ്രീൻ ഷെയ്ഡ്സ് ഒക്കെ മിക്സ് ആയി ഒരു റോയൽ കളർ പാലറ്റ് നമുക്ക് വെൽക്കം ചെയ്യും. നമ്മൾ നോർത്തേൺ കോർട്ട്യാർഡ് സൈഡിലാണ്. ചുറ്റും കാണുന്ന സ്മോൾ റൂംസ് ഒക്കെ സെർവൻറ്റ് ക്വാർട്ടേഴ്സ് ആയിരുന്നു. രാജസ്ഥാൻ പാലസ് പോലെ ഒരു ഫീൽ എക്സ്പെക്ട് ചെയ്യും നമ്മൾ, ബട്ട് ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇവിടുത്തെ ആർക്കിടെക്ചർ ഇതൊരു സിംഗിൾ സ്റ്റൈൽ മാത്രമല്ല, പേർഷ്യൻ, രാജസ്ഥാനി, യൂറോപ്യൻ എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു യുണീക്ക് ഐഡന്റിറ്റിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതാണ് ഖിൽവത് മുബാരക്, പാലസിന്റെ ഹാർട്ട്. ചൗ എന്ന് പറയുന്നത് 4, മഹല്ല എന്ന് പറയുന്നത് പാലസ്. ബേസിക്കലി 4 പാലസ് ആണ് ഇവിടെ ഉള്ളത്. സദേൺ കോർട്ട്യാർഡും നോർത്തേൺ കോർട്ട്യാർഡും ആണ് മേജർ ഡിവിഷൻ. അകത്തോട്ട് കയറുമ്പോൾ ഓണസ്റ്റ്ലി വേർഡ്സ് കുറവാണ്. 19 ലൈഫ് സൈസ് ബെൽജിയൻ ക്രിസ്റ്റൽ ഷാൻഡ്ലിയേഴ്സ്. നെക്ക് പെയിൻ വരുന്ന വരെ നോക്കി നിൽക്കാൻ തോന്നും. സീരിയസ്ലി ഇത് ഇൻസെയിൻ ആണ്, സോ ബ്യൂട്ടിഫുൾ. മാർബിൾ പ്ലാറ്റ്ഫോം, ഗ്രാൻഡ് പില്ലേഴ്സ്. ഇവിടെയാണ് നിസാം ദർബാർ നടത്തിയിരുന്നത്. ആ റോയൽ സീറ്റ് കാണുന്നില്ലേ, ആഹാ എന്താ ഭംഗി. ഈ ഡോംസും ആർച്ചസും എല്ലാം മുഗൾ ടച്ച് റിമൈൻഡ് ചെയ്യും അല്ലേ. ഹാളിൽ നിന്ന് സ്മോൾ ഫോട്ടോ ഗാലറി സൈഡിൽ പോകുമ്പോൾ എല്ലാ നിസാംസുമാരും ഇവിടെ ഫ്രെയിം ചെയ്ത് നിൽക്കുന്നു. കറണ്ട് നിസാമും ഫാമിലിയും വരെ ഇട്ടതിൽ. ഈ റൂമിൽ ഫർണിച്ചർ, കട്ട്ലറി, പേഴ്സണൽ ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 6th നിസാമിൻ്റെ റൈറ്റിംഗ് ടേബിൾ, ടൈപ്പ് റൈറ്റർ, പേഴ്സണൽ സ്റ്റേഷനറി ഇതൊക്കെയാണ് ഈ റൂമിൽ. ഹിസ്റ്ററി ഇവിടെ ഓബ്ജക്ട്സ് ആയി നിൽക്കുന്നു. കുറേ പെയിന്റിങ്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവിടുത്തെ. ക്യാമറ കൊണ്ട് ഫുൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല, 1 ഇഞ്ച് പോലും സിമ്പിൾ അല്ല, ഫുൾ ഡീറ്റെയിലിംഗ് ആണ്, ബ്യൂട്ടിഫുൾ. പിന്നെ ഇവിടെ ഒരു ലാർജ് ക്രോക്കറി കളക്ഷൻ ഉണ്ട്, ചൈന സെറ്റ്സ്, കപ്സ്, ജഗ്സ്, പ്ലേറ്റ്സ് എക്സെട്ര. നാഗവല്ലി രാമനാഥനെ നോക്കിയിരിക്കാൻ തോന്നുന്നു. നിറച്ചും അവര് വാളുകളും അസഫ് ജാഹി ഡൈനസ്റ്റി യൂസ് ചെയ്തിരുന്ന ആംസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഒരു വെപ്പൻസ് നിറച്ചും ഉള്ള റൂം. ആ കാണുന്ന ക്ലോക്കാണ് ഖിൽവത് ക്ലോക്ക്. 250 years ആയി ഇത് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സദേൺ കോർട്ട്യാർഡ് സൈഡിൽ അഫ്സൽ മഹൽ, മഹതാബ് മഹൽ, താനിയത് മഹൽ, ആഫ്താബ് മഹൽ, ഇത് 4 ആണ് ചൗമഹല്ല എന്ന പേരിന്റെ റീസൺ. ഇത് സദേൺ കോർട്ട്യാർഡ് സൈഡിലുള്ളതായ അഫ്സൽ മഹലാണ്. ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് ഐ ക്യാച്ചിങ് ആയി കാണുന്നതാണ് ഈ മാർബിൾ സ്കൾപ്ചർ. ആർക്കിടെക്ചറും സ്കൾപ്ചറും ടുഗെദർ കാണുമ്പോൾ ഹൈദരാബാദിന്റെ കൾച്ചറൽ ബ്ലെൻഡ് ഇവിടെ ക്ലിയർ ആയി കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ബഗ്ഗി ഖാന സൈഡിലാണ്. ഇവിടെ നിസാംമാർ യൂസ് ചെയ്തിരുന്ന വിൻറ്റേജ് കാർസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹൈലൈറ്റ് എന്ന് ചോദിച്ചാൽ ഈ യെല്ലോ റോൾസ് റോയ്സ് സിൽവർ ഗോസ്റ്റ് ആണ്. 1911 സ്പെഷ്യലി ഓർഡർ ചെയ്ത കാറാണിത്. ഇത് നിസാമിന്റെ ത്രോൺ കാറായിരുന്നു, സെറമോണിയൽ ഒക്കേഷൻസിൽ മാത്രം യൂസ് ചെയ്തിരുന്നത്. ചൗമഹല്ല പാലസ് ഇത് കാണാൻ മാത്രമല്ല, ഇത് ഫീൽ ചെയ്യാൻ പറ്റുന്ന പ്ലേസ് ആണ്. ഹൈദരാബാദ് ബിരിയാണി പോലെ തന്നെ ഇവിടെ ഹിസ്റ്ററിയും ഈക്വലി റിച്ച് ആണ്.
സോ ഗൈസ്, വീഡിയോ കണ്ടതിന് വലിയ താങ്ക്സ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്ഡേറ്റ്സിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വ്ലോഗിൽ വീണ്ടും കാണാം ഒരു പുതിയ ജേർണി. ടിൽ ദെൻ സ്റ്റേ സേഫ്. ബൈ.